കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായ വി.ഡി. സതീശൻ തന്റെ പക്വതയാർന്ന നിലപാടുകൾ കൊണ്ടും വിഷയങ്ങൾ അവതരിപ്പിക്കാനുള്ള വൈഭവം കൊണ്ടും ശ്രദ്ധേയനായ ഒരു രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹത്തെക്കുറിച്ചുള്ള ചില പ്രധാന കാര്യങ്ങളും അദ്ദേഹം നയിച്ച ശ്രദ്ധേയമായ സമരങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. അദ്ദേഹത്തിന്റെ സവിശേഷതകൾ: വിഷയാധിഷ്ഠിത നിലപാടുകൾ, സഭയ്ക്കകത്തും പുറത്തും കൃത്യമായ കണക്കുകളും രേഖകളും നിരത്തി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിൽ അദ്ദേഹം വലിയ മിടുക്ക് കാണിക്കാറുണ്ട്. വൈകാരികമായ പ്രസംഗങ്ങളെക്കാൾ കൂടുതൽ വസ്തുതകൾക്ക് അദ്ദേഹം മുൻഗണന നൽകുന്നു. സാമൂഹിക പ്രതിബദ്ധത: പറവൂർ മണ്ഡലത്തിൽ നടപ്പിലാക്കിയ അതിജീവനം എന്ന പദ്ധതി അദ്ദേഹത്തിന്റെ മികച്ച പ്രവർത്തനങ്ങളിലൊന്നാണ്. പ്രളയാനന്തര പുനർനിർമ്മാണത്തിലും കോവിഡ് കാലത്തും ജനങ്ങൾക്ക് കൈത്താങ്ങായി ഈ പദ്ധതി ഏറെ പ്രശംസ പിടിച്ചുപറ്റി. പരിസ്ഥിതി സംരക്ഷണം, പരിസ്ഥിതി വിഷയങ്ങളിൽ വ്യക്തമായ കാഴ്ചപ്പാടുള്ള നേതാവാണ് അദ്ദേഹം. നെൽവേൽ തണ്ണീർത്തട സംരക്ഷണ നിയമം അട്ടിമറിക്കുന്നതിനെതിരെ അദ്ദേഹം ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം നയിച്ച പ്രധാന സമരങ്ങൾ: സിൽവർ ലൈൻ കെറിയിൽ വിരുദ്ധ സമരം. സംസ്ഥാന സർക്കാരിന്റെ സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ നടന്ന സമരങ്ങളിൽ അദ്ദേഹം മുൻനിരയിൽ ഉണ്ടായിരുന്നു. ജനവാസ മേഖലകളിലൂടെയുള്ള കല്ലിടൽ തടയുന്നതിനും പദ്ധതിയുടെ പ്രായോഗികതയെക്കുറിച്ച് നിയമസഭയിൽ ചോദ്യങ്ങൾ ഉയർത്തുന്നതിനും അദ്ദേഹം നേതൃത്വം നൽകി. വിഴിഞ്ഞം സമരത്തിനുള്ള പിന്തുണ: തീരദേശവാസികളുടെയും മത്സ്യത്തൊഴിലാളികളുടെയും ആശങ്കകൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള വിഴിഞ്ഞം സമരത്തിന് അദ്ദേഹം ശക്തമായ പിന്തുണ നൽകി. തൊഴിലാളികളുടെ ആവശ്യങ്ങൾ സർക്കാരിനു മുന്നിൽ എത്തിക്കുന്നതിൽ അദ്ദേഹം ശ്രദ്ധേയമായ പങ്കുവഹിച്ചു. നികുതി വർധനവിനെതിരെയുള്ള പോരാട്ടം: ഇന്ധന സെസ് ഉൾപ്പെടെയുള്ള അധിക നികുതി ഭാരത്തിനെതിരെ യു.ഡി.എഫ് നടത്തിയ സമരങ്ങൾക്കും രാപ്പകൽ സമരങ്ങൾക്കും അദ്ദേഹം നേതൃത്വം നൽകി. അഴിമതി വിരുദ്ധ പോരാട്ടങ്ങൾ: എ ക്യാമറ വിവാദം, കെഫോൺ തുടങ്ങിയ പദ്ധതികളിലെ അഴിമതി ആരോപണങ്ങൾ പുറത്തുകൊണ്ടുവരുന്നതിലും അതിനെതിരെ നിയമപോരാട്ടങ്ങളും സമരങ്ങളും സംഘടിപ്പിക്കുന്നതിലും അദ്ദേഹം സജീവമായിരുന്നു. ഒരു മികച്ച പാർലമെന്റേറിയൻ എന്ന നിലയിലും ജനകീയ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെടുന്ന നേതാവ് എന്ന നിലയിലും വി.ഡി. സതീശൻ കേരള രാഷ്ട്രീയത്തിൽ നിർണായക സ്വാധീനമുള്ള വ്യക്തിയാണ്. പാർലമെന്ററി പ്രവർത്തന മികവ്: മികച്ച നിയമസഭാ സാമാജികൻ. നിയമസഭയിൽ ബില്ലുകൾ ചർച്ച ചെയ്യുമ്പോഴും വിയോജനക്കുറിപ്പുകൾ നൽകുമ്പോഴും അദ്ദേഹം പുലർത്തുന്ന സൂക്ഷ്മത ശ്രദ്ധേയമാണ്. 2012 മികച്ച നിയമസഭാ സാമാജികനുള്ള പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ. നിയമസഭയിലെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാനായിരുന്ന സമയത്ത് സർക്കാർ ഫണ്ടുകളുടെ വിനിയോഗം പരിശോധിക്കുന്നതിലും കൃത്യമായ ഓഡിറ്റിംഗ് ഉറപ്പുവരുത്തുന്നതിലും അദ്ദേഹം നിർണായക പങ്കുവഹിച്ചു. ശ്രദ്ധേയമായ സമരങ്ങളും ഇടപെടലുകളും: ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് സമരം. തന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ ആദ്യകാലത്ത് കെ. ആന്റണി സർക്കാരിന്റെ കാലത്തു നടന്ന ജിം ഉച്ചകോടിക്കെതിരെ പാർട്ടിയിലെ തന്നെ യുവാക്കളെ അണിനിരത്തി അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. വിദ്യാഭ്യാസ മേഖലയിലെ പോരാട്ടം: സ്വാശ്രയ വിദ്യാഭ്യാസ മേഖലയിലെ ക്രമക്കേടുകൾക്കെതിരെയും ഫീസ് വർധനവിനെതിരെയും നിയമസഭയ്ക്കകത്തും പുറത്തും അദ്ദേഹം ശക്തമായ പോരാട്ടങ്ങൾ നയിച്ചിട്ടുണ്ട്. ബഫർ സോൺ വിഷയം: വന്യജീവി സങ്കേതങ്ങൾക്ക് ചുറ്റുമുള്ള ബഫർ സോൺ നിർണയവുമായി ബന്ധപ്പെട്ട് മലയോര കർഷകർ അനുഭവിക്കുന്ന ആശങ്കകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് അദ്ദേഹം വലിയ രീതിയിലുള്ള സമരപരിപാടികൾക്ക് നേതൃത്വം നൽകി. ലഹരിവിരുദ്ധ ക്യാമ്പയിനുകൾ: കേരളത്തിലെ വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ യുവാക്കളെ ബോധവൽക്കരിക്കാനും സർക്കാരിനെക്കൊണ്ട് ശക്തമായ നടപടികൾ എടുപ്പിക്കാനും ലഹരിക്കെതിരെ കേരളം പോലുള്ള ക്യാമ്പയിനുകളിൽ അദ്ദേഹം സജീവമായി പങ്കെടുത്തു. മറ്റു സവിശേഷതകൾ: വായനയും വിജ്ഞാനവും. സമകാലിക വിഷയങ്ങളിലും നിയമകാര്യങ്ങളിലും വലിയ അറിവുള്ള നേതാവായാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. നിയമസഭയിലെ പ്രസംഗങ്ങളിൽ ചരിത്രവും സാഹിത്യവും ഉദ്ധരിക്കാറുള്ള അദ്ദേഹത്തിന്റെ രീതി ശ്രദ്ധേയമാണ്. മതേതര നിലപാടുകൾ: വർഗീയതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ സ്വീകരിക്കുന്നതിൽ അദ്ദേഹം എപ്പോഴും മുൻപന്തിയിലുണ്ട്. പ്രസംഗങ്ങളിലൂടെയും പ്രസ്താവനകളിലൂടെയും മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ അദ്ദേഹം ശ്രമിക്കാറുണ്ട്. ഇക്കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെയാണ് വളരെ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ കേരളത്തിലെ പ്രതിപക്ഷ നിരയിലെ കരുത്തുറ്റ ശബ്ദമായി മാറാൻ വി.ഡി. സതീശൻ സാധിച്ചത്.